ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് പോണത് എന്താണെന്ന് വെച്ചാലേ വീട്ടിൽ എങ്ങനെയാണ് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങണ ഹെയർ ഡൈക്ക് കാശ് മുടക്കും വേണം, നമുക്ക് ദോഷമാണ്. കാരണം പെട്ടെന്നൊന്നും ആ ദോഷം ചിലവർക്ക് കണ്ടു എന്ന് വരുന്നില്ല, ചിലവർക്ക് കുറച്ച് കാലത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാലേ മുഖത്തിന്റെ ഈ നാലരികിലും ആൾക്കാർക്ക് പിഗ്മെന്റേഷൻ വരുന്നുണ്ട്. അതിലപ്പുറത്ത് പിന്നെ മുടി കൊഴിച്ചില്, ചിലവർക്ക് ചൊറിച്ചില്, ഇതൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ തുടങ്ങണ ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല റെമഡിയാന്ന് പറയുന്നത് ഞാനിപ്പോ. പക്ഷെ ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഉപയോഗം പെടുന്നില്ല കേട്ടോ. കെമിക്കൽ ഡൈ ഉപയോഗിക്കാത്ത ഒരാള് നാച്ചുറലായിട്ട് ഇതിങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ മുടി വേര് മുതൽ അടി വരേക്കും നരപ്പില്ല. അതിനൊരു പ്രത്യേക തരം രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കന്നെ വേണം, സ്കിപ്പ് ചെയ്യാതെ. അപ്പോഴാണ് അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ഷുഗറും ഒക്കെ ആയിട്ട് എനിക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെയല്ല, നമ്മളെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഈ ഹെന്ന പൗഡറും പിന്നെ നീലമരി പൗഡർ, മൈലാഞ്ചിപ്പൊടി, ഇതൊക്കെ പാടെ കൂട്ടിക്കലർത്തിയിട്ടൊരു ഡൈ ഉണ്ട്. ഇതിൽ ഞാൻ നീലമരി ചേർക്കണില്ല, മൈലാഞ്ചി ചേർക്കണില്ല, എന്നാലും നമ്മളെ മുടി നാച്ചുറലായിട്ട് കറുത്ത് കിട്ടും. അപ്പോൾ നീലമരിയും മൈലാഞ്ചിയും തണുപ്പാണ്, അത് പറ്റാത്തവർക്കുള്ളൊരു റെമഡിയും കൂടിയാണ് ഞാൻ ഈ പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കണം, ഇത് എങ്ങനെ ഉണ്ടാക്കാന്നവാ, നമുക്കത് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഗ്യാസ് കത്തിക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ നമുക്ക് വേണ്ട അത്രയും, നമുക്ക് ഈ അരയ്ക്കാൻ വേണ്ട ഒരു വെള്ളം കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. അത് എന്താന്ന് പറഞ്ഞുതരാം. നമ്മ ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം, 3/4 ഗ്ലാസ് വെള്ളത്തോളം ഇപ്പൊ ഇതിൽ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ 3/4 ഗ്ലാസ് വെള്ളം ഇതിൽ പാർന്നിട്ടുണ്ട്. ഇനി ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാലേ, ശരിക്കും കാപ്പിപ്പൊടി മാത്രമായിട്ട് മുടി കറുപ്പിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരെ. ഇത് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിളപ്പിക്കുന്ന ഒരു പാത്രം കൂടിയാണ്. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി മാത്രമായിട്ടല്ല എടുക്കണത്, അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടിയുടെ വെള്ളം. കണ്ടല്ലോ, കാപ്പിപ്പൊടി മാത്രം ഇങ്ങനെ അരച്ച് കുറുക്കിയാലും മുടി കറക്കുന്നുണ്ട്. ചിലവർ ഇതിൽ കുറുക്കിയതിൻ്റെ ശേഷം വെളിച്ചെണ്ണ കൂട്ടുന്നുണ്ട്. ചിലവർ ഈ കാപ്പിപ്പൊടി കുറുക്കിയതിൻ്റെ ശേഷം ഈ വെള്ളം തന്നെ എടുത്തിട്ട് കാപ്പിപ്പൊടി മാത്രം കൂട്ടിയിട്ട് ലൂസാക്കിയിട്ടും തലയിൽ സ്ഥിരം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീട്ടിൽ പൊടിച്ച കാപ്പിപ്പൊടിയാണെങ്കിൽ സൂപ്പറായി. മുടി ഇങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോഴേക്കും ബ്രൗണിഷിൽ നിന്ന് ബ്ലാക്കിലേക്ക് വന്നിട്ട് നമ്മളെ മുടി നന്നായി കറക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കാപ്പിപ്പൊടി ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് അരയ്ക്കാൻ എടുക്കുകയാണ്. ഇതിൽ വേണ്ടവർക്ക് ഇപ്പോൾ ചായപ്പൊടി കൂട്ടാട്ടോ. നമുക്ക് ചായപ്പൊടി ഒന്നും കൂട്ടണ്ട, ഈ കാപ്പിപ്പൊടി മാത്രം കൂട്ടിയാൽ തന്നെ മുടി നന്നായി കറക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ കാപ്പിപ്പൊടി മാത്രമുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ നമ്മളെ വെള്ളം ഏതാണ്ട് തിളച്ച് കുറുകിട്ടോ. അപ്പൊ ഇനി നമ്മളിത് എന്തൊക്കെയാ പിന്നെ ഇതിൽ കൂട്ടണമെന്ന് കാണിച്ചു തരാം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പോ നമ്മൾ എന്തുണ്ടാക്കിയേ, കോഫി തിളപ്പിച്ചു, വെള്ളം കൊടുന്നു, ചൂടാറിയിട്ട് അരയ്ക്കാവുള്ളൂ. അതിലേക്ക് കണ്ടോ, നമ്മൾ ഒരു പിടി പനിക്കൂർക്കട ഇല, ഈ അരയ്ക്കാനുള്ള സംഭവങ്ങളെ, ഒരു പിടി പനിക്കൂർക്കട ഇല. പിന്നെ നമ്മൾ കഴുകി കൊടുക്കുന്ന നല്ല മഴ കേട്ടോ മക്കളെ. അപ്പോൾ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് വെച്ചെന്നാണ്. മഴയത്ത് ഓടിപ്പോയി പെറുക്കി കൊടുക്കുന്നതാണ് അമ്മ. നമ്മളോടുണ്ട് തുളസിയൊക്കെ. ഇതൊക്കെ നമുക്ക് പനിക്കൂർക്കട ഇല മുടി കറക്കാനും നീരിറക്കം ഇല്ലാതിരിക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. തുളസി അതിലപ്പുറത്താണ് കേട്ടോ. നമ്മളെ മുടിക്കായ, താരൻ, ഇതൊക്കെ മാറ്റി നമ്മളെ നീരിറക്കമൊക്കെ മാറി തലവേദന അങ്ങനത്തെ ഒക്കെ പോകും. നമുക്ക് മുടി നന്നായിട്ട് വളരും ചെയ്യും. പിന്നെ നമ്മളെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. ആദ്യം പനിക്കൂർക്കടയില, പിന്നെ തുളസി, പിന്നെ നമ്മളെ ചെമ്പരത്തിപ്പൂവ്. നമ്മൾ ഈ മൂട്ടിലത്തെ ഈ ഞെട്ടി ഈ തലപ്പത്തെ കണ്ടോ, ഈ ചുവന്ന സാധനം നമ്മൾക്ക് അത് ഗുണമില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല. കഴുകി എടുക്കണം കേട്ടോ. ഈ മഴക്കാലല്ലേ, വല്ല പുഴുവോ എന്തേലും ഉണ്ടോ മാറുകല, അതൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ കഴുകണം. ശരിക്കും ഇത് മരത്തിന്റെ മുകളിലാണ്, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ സാധനങ്ങൾക്കാണ് കഴുകലിന് പ്രാധാന്യം കൊടുക്കണ്ടു. കണ്ടല്ലോ. ഇനി നമ്മൾ ചേർക്കേണ്ടത് എന്താന്ന് കാണിച്ചു തരാം. ഈ ചെമ്പരത്തിപ്പൂ അത്രയും നമ്മൾ എടുത്ത് ഒരു പിടി, ഒക്കെ ഓരോ പിടി കേട്ടോ. പിന്നെ നമ്മൾ എടുക്കണ ഒരു ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചാലേ, പറഞ്ഞു തരാം. നമ്മളെ പേരയില നമ്മൾ തിളപ്പിച്ച് വെള്ളം നിങ്ങൾ കണ്ടിട്ടില്ലേ, മുടി കൊഴിച്ചിലിന് മുടി വളർച്ചയ്ക്കൊക്കെ പേരയില സൂപ്പറാന്ന് എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ നമ്മൾ എന്തിലും മുടിയുടെ എല്ലാ കാര്യത്തിനും പേരയില ഉപയോഗിക്കാട്ടോ. മുടി കറക്കാനും ഇതിനൊരു കളറുണ്ട്, ഒരു ബ്രൗൺ കളറാ വരുന്നത് തിളപ്പിച്ചാലൊക്കെ. അപ്പൊ ഇത് അരച്ചാലും നല്ല കാപ്പി കളർ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 4 പേരയില അതില്. പിന്നെ നമ്മൾ ഇടുന്ന നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ
ചെമ്പരത്തി ഇല തന്നെയാണ്. അതുകൊണ്ടാണ് മുടി ഇത് നിങ്ങൾ കണ്ടോളുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത പോലെ ഉണ്ടാവും മുടി കറക്കും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ കെമിക്കൽ ഷാമ്പു ഒക്കെ ഈ ഡൈ ഒക്കെ തേക്കുമ്പോൾ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ നമ്മൾ നാച്ചുറൽ ഷാമ്പൂല് ഡൈയിൽ ഒരു ഷാമ്പു ഇടുകയാണ് ഈ ഇല. ഇത് കറക്കാനും നന്നാ, നമ്മളെ മുടി ഷാമ്പു വാഷ് ചളി പോവാനും ഒക്കെ നന്ന കേട്ടോ. ഇപ്പൊ ഇതില് നമ്മൾ മുടിയിൽ എണ്ണ തൊട്ട് പുരട്ടിയിട്ടാണ് ഇതൊക്കെ തേക്കേണ്ടത് ഈ വീട്ടിലത്തത്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മളെ കറിവേപ്പില. നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊടുന്നാണ്. മഴയത്ത് പോയിട്ട് അമ്മ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്, കുടയൊക്കെ എടുത്ത് പോയിട്ട്. അതുകൊണ്ടാണ് ആ പൊട്ടിക്കുന്നത് കാണിക്കാത്ത കേട്ടോ. ഈ കുടയും പിന്നാലെ ഒരാൾ ക്യാമറയും അതൊന്നും ആയിട്ട് നടക്കാൻ പറ്റിയില്ല കുട്ടികളെ. അല്ലെങ്കിൽ നമ്മളെ കറിവേപ്പൊക്കെ നമുക്ക് നല്ലോണം കാണിച്ചു തരായിരുന്നു. പോനെ കറിവേപ്പുണ്ട് നമ്മളെ വീട്ടില്, ഇഷ്ടം പോലെയാണ്. പള്ളിയിലാണ്, ഈ തൊടിയിലല്ല. പഠിക്കില്ല എന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോണം. അപ്പൊ അത് ബുദ്ധിമുട്ടാ വഴി. അപ്പൊ അമ്മ അങ്ങനെ വടി കുത്തി പോയിട്ടൊക്കെ എന്നെടുത്ത് തോന്നുന്നു. വഴിയൊന്നും കാണാനില്ല, ആൾക്കാരിപ്പോ നടക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളിതാ എന്താ പറയാ, ലോങ് ആവുക വീഡിയോ എന്ന് വിചാരിക്കണ്ട. അപ്പൊ നമ്മളിതില് ഇത്രയും ഇലകൾ എടുത്തു. ഇനി നമ്മളിത് അരച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അമ്മ ഇനി കണ്ടോ, ഈ കാപ്പിയുടെ വെള്ളം പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ തിളപ്പിക്കുന്നത്, അരയ്ക്കുന്നത് കേട്ടോ. കാപ്പി പറഞ്ഞിട്ടാണ്. അപ്പൊ അമ്മ അത് പാകത്തിന് വെള്ളം ഏറാതെ അരച്ചു കൊടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അരക്കട്ടെ കേട്ടോ. അപ്പോ കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. നമുക്ക് എത്രയും മുടിയുള്ള വെച്ചാൽ തലപ്പത്ത് മുടിയുടെ ഇഴയമ്പ് കൂടിയും നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മളെ നരയുള്ള ഭാഗത്ത് മുഴുവനും ഇത് തേക്കും. നരയുള്ള ഭാഗം എന്നില്ല, മുടി കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് തേച്ചാൽ നമ്മളെ മുടി പെട്ടെന്ന് വളരുന്ന കാണാം. ഇത് എങ്ങനെ തേച്ചാലേ നമ്മൾ ആഴ്ചയിൽ ഇത് 3 ദിവസം തേക്കാം. ഇത് നീരിറക്കം വരുന്നുള്ള പേടിയില്ലല്ലോ നമുക്ക്. കാരണം ഇതിൽ നമ്മൾ എന്താ ചെയ്തത് കണ്ടില്ലേ, പനിക്കൂർക്കയും തുളസിയും. അത് നമുക്ക് നീരിറക്കം വരൂല, മുടി കറക്കും ചെയ്യും. ഇനി നമ്മൾ ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് വേണമെങ്കിൽ നെല്ലിക്ക അരച്ചു കൂട്ടാം, പക്ഷെ വല്ലാതെ ചണ്ടിയല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനിവിടെ നെല്ലിക്ക ഉണ്ട് കേട്ടോ, ശരിക്കും പച്ച നെല്ലിക്ക ഇരിക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ഇനി പച്ച നെല്ലിക്ക കൂട്ടിയിട്ട് നിങ്ങളെ മുടിയിൽ ഇങ്ങനെ വല്ലാതെ കഴുകി കളയാൻ ബുദ്ധിമുട്ട് വരണ്ട വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ എത്ര ഇതിന് ടൈറ്റ് ആവാൻ തരത്തില് 2 സ്പൂൺ വേണമെങ്കിൽ 2 സ്പൂൺ. ഞാൻ എനിക്കിപ്പോൾ ഇത് കണ്ടു അത്യാവശ്യം ടൈറ്റില്ല. ഞാൻ 1 സ്പൂൺ നെല്ലിക്കപ്പൊടി. ഇതിങ്ങനെ ആഴ്ചയിൽ 3 ദിവസം തേക്കണ്ടേ. എപ്പോഴൊന്നും നമുക്ക് നെല്ലിക്ക, അല്ലെങ്കിൽ നമ്മൾ ഈ നെല്ലിക്കയുടെ ജ്യൂസിൽ ഇത് അരയ്ക്കാം. പക്ഷെ നമ്മൾ കാപ്പിയുടെ വെള്ളം എടുക്കുമ്പോഴേ നമുക്ക് വെള്ളം ഏറുള്ളൂ. അപ്പൊ നെല്ലിക്ക ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുന്നേ ഇല്ല, ഇത് കുറച്ച് ചണ്ടി. അപ്പൊ ജ്യൂസ് ആകുമ്പോൾ ഇത് വെള്ളേറുകയാണ്. അത് വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എളുപ്പത്തില്. കണ്ടോ, ഇതിപ്പോ ഒരു ഡൈയുടെ കളറായിരുന്നു. പക്ഷെ നമ്മളെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം കൂടുതലാണ്. നമ്മളെ മുടി ഇഴകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തേക്കുക. വെറും കാപ്പിപ്പൊടി സ്ഥിരം തേച്ചാലും മതി. നിങ്ങൾ കണ്ടിട്ടില്ലേ രാജേഷ് കുമാർ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു ഡൈ? നമ്മളെ കാപ്പിപ്പൊടി, തൈര്, വെളിച്ചെണ്ണ, അത്ര മാത്രമേ ഇതിൽ വേണ്ടുള്ളൂ. കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞത്? അതിന് നമ്മൾ അത് തൈരൊന്നും കൂട്ടണില്ല, അതിന് പകരം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസാണ് കൂട്ടിക്കണം. അത് ഞാൻ നോക്കിയിട്ടുണ്ട്. നല്ല മുടി കറക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് എങ്ങനെ തേക്കുക എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. നമ്മള് പിന്നെ എന്താ പറയുക, വെള്ളം കുടിക്കല് കുറവാക്കരുത്. മുടിയുടെ എന്ത് ചെയ്യുമ്പോഴും നമ്മള് മഴക്കാലാണ്, ഇനി ആരും വെള്ളം കുടിക്കാതിരിക്കരുത്. അമ്മ അത് ഓർമ്മിപ്പിച്ചില്ലല്ലോ പറയരുത്. ദാഹം ഇല്ലെങ്കിലും ഓർത്ത് കുടിക്കണം. മുടി വളർച്ചയും ഒക്കെ കിട്ടേണ്ട ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനും വേണ്ടേ നമ്മൾക്ക് വെള്ളം കുടി. അപ്പൊ ഞാൻ 1 ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മൾ ഈ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യമായിട്ട് നമ്മൾ തേക്കണ എണ്ണ, ഞാനിത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇന്ന് ഞാൻ അതിന്റെ വീഡിയോ വിട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം, എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം, ഉപയോഗിച്ച് നോക്കണം. മുടി നന്നായി വളരും. ഇതിലെന്താ വെച്ചാൽ നമ്മൾ കരിഞ്ജീരകവും ഉലുവയും കറിവേപ്പിലയും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇളം ചൂടാക്കിയിരുന്നു, ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടാക്കിയ എണ്ണയാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കുക, എന്തൊക്കെ പാടെ വീഡിയോ ലോങ് ആവില്ല വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഈ എന്നത്തെയും പോലെ അത്യാവശ്യം തൊട്ട് പെരട്ടുക, കുളിക്കണ തേക്കണ്ട. അപ്പൊ കാരണം നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതിലൊരു സ്പൂൺ എണ്ണ പാരാം. മുടി കറുപ്പിക്കണ സാധനത്തില് നമ്മളത് പാരാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, മുടിയിൽ എണ്ണ തൊട്ട് പെരട്ട് മാത്രം ചെയ്യണത്. നമ്മൾ സ്കാൽപ്പിലും ഇഴയിലൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നല്ല കറുപ്പിക്കുന്ന സാധനം നമ്മൾ നന്നായിട്ട് കുമ്പിട്ട് നിന്നിട്ട് എണ്ണ നല്ല തൊട്ട് പെരട്ടണം. നല്ല കുമ്പിട്ട് നിന്നിട്ടൊക്കെ കേട്ടോ. ഇപ്പൊ ഞാൻ വീഡിയോ അല്ലേ വെച്ചിട്ടേ മുഷിപ്പിക്കേണ്ട നിങ്ങളെ വിചാരിച്ചിട്ട് അത്ര ഒരുപാട് കാണിച്ചു തരായി എണ്ണ കണ്ടല്ലോ. അപ്പൊ നമ്മള് എണ്ണ അത്യാവശ്യമൊക്കെ തൊട്ട് പെരട്ടി അത്രയ്ക്ക് എണ്ണ തേച്ചാൽ മതി. കണ്ടല്ലോ, ഇപ്പൊ മുടിയിൽ അത്യാവശ്യമൊക്കെ എണ്ണ കണ്ടില്ലേ. ഇനി നമ്മളിത് ഒന്നും ചെയ്യണില്ല. ഒരു ഇരുമ്പിന്റെ പാത്രത്തില്, ഇതൊരു
1 മുതൽ 2 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം കറുത്ത് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കല്ലേ, ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് ഒരുപാട് സൗകര്യമില്ല, അപ്പൊ 2 മണിക്കൂർ വെക്കാൻ പറ്റില്ല. ഇത് വെച്ചാലും വെച്ചില്ലെങ്കിലും മുടിയിൽ ചെന്നാൽ കറക്കണുണ്ട്. ഇത് ഒരുപാട് ഡാർക്ക്, കുറച്ചും കൂടി ഡാർക്ക് കളറാവും കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെച്ചാലേ കുറച്ചും കൂടി ഡാർക്ക് കളറാവും. ഇതിപ്പോ ഇങ്ങനെ ബ്ലാക്കിഷ് കളറിലേക്ക് വന്നത് കാണാല്ലേ. ഇത് നല്ല ബ്ലാക്ക് ആവും കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ നിങ്ങൾ ഇത് തലേ ദിവസം കൂട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ തേക്കുകയാണെന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് കളറാവും. ഞാനിത് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതേ ഇരുന്നിട്ട് ഒന്നും ചെയ്യണില്ല, സ്കിപ്പ് ചെയ്യാതെയാണ് കേട്ടോ ഇത് ഞാൻ എടുക്കണത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്തോ, മുടിയുടെ തലയിലൊക്കെ നല്ല നമ്മളെ ഇഴകളിൽ ഇങ്ങനെ കണ്ടല്ലോ, ഇതിങ്ങനെ നമ്മളെ ഇഴകളിൽ ഒരുപോലെ തേക്കുക കേട്ടോ. എൻ്റെ കണ്ണടയിലേക്കൊക്കെ ആകുവച്ചിട്ട് ചെറിയൊരു പരിഭ്രമത്തിലാണ്, കണ്ടല്ലോ. ഇതിനി നമ്മളിങ്ങനെ മുൻ ഫ്രണ്ട് ഭാഗത്തൊക്കെ കണ്ടല്ലോ, നേരെ നമ്മൾ കവർ ചെയ്ത് തേക്കണം. പിന്നെ നമ്മളിനി ഇത് നിങ്ങൾ ബാത്റൂമിൽ പോയിട്ടേ, ബാത്റൂമിൽ പറഞ്ഞാൽ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് ഇതിനൊന്നും കൊഴിയാത്ത വിധം നിങ്ങളിത് നേരെ തേച്ച് പിടിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളിത് വാഷ് ചെയ്തോളൂ കേട്ടോ. ഡെയിലി നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നന്നായി കറുത്ത് വരും. അത് ഉറപ്പാണ്. കറുക്ക് മാത്രമല്ല നല്ല വളർച്ചയും കൂട്ടിട്ടോ. അപ്പോൾ ഞാനിനി ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് നേരെ തേച്ചതിന്റെ ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. മുടി ഷാമ്പു വാഷ് ചെയ്ത പോലെ ഉണ്ടാവും കേട്ടോ. വെളുത്ത ഇഴകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബ്രൗണിലേക്ക് വന്നാൽ അങ്ങനെ പതുക്കെ പതുക്കെ അത് ബ്ലാക്ക് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇത് തേച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നു കേട്ടോ. ശരീരം കുളിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ കുളിച്ച് തന്നിട്ട് എൻ്റെ മുടി വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഷാമ്പു ചെയ്ത പോലെ തന്നെ ഉണ്ട്. നമ്മൾ ഈ കറുപ്പിക്കാൾ തേക്കുമ്പോൾ നമ്മളെ ചെമ്പരത്തിയുടെ പൂവും എലി കൂട്ടുകൊണ്ട് കേട്ടോ. മുടിയൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, നല്ല ഷൈനി ആയിട്ട് വന്നിട്ടുണ്ട്. മുടിയൊക്കെ കണ്ടോ, ഞാൻ കുളിച്ചിട്ട് കണ്ടോ, മുടിയൊക്കെ ഉണങ്ങിയപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കറക്കും ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ, കറക്കും ചെയ്തിട്ടുണ്ട്. മുടി നല്ല ഷൈനി ആയിട്ടും കിടക്കുന്നുണ്ട്. നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ തോന്നിക്കുന്നുണ്ട്. ഷാമ്പു വാഷ് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. ഈ ഇങ്ങനെയുള്ള മുടി കറുപ്പിക്കൽ നമുക്ക് സൂപ്പറാണ്. നിങ്ങളിങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് നോക്കൂ. നമ്മൾ എന്തിനാ വെറുതെ കെമിക്കലുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുക വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തോളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.